ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിന്റെ ഒരു ട്രിക്കാണ്. വാട്സപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ വരാതെ വളരെ സിമ്പിൾ ആയിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് 100% വർക്ക് ചെയ്യുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും ഏതാണ് ആപ്ലിക്കേഷൻ എന്നുള്ളതും ഒക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. മൈ നെയിം ഈസ് നിഷാദ്. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബ്ലോഗ്. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഹൈഡ് ബ്ലൂ ടിക്സ് ഓർ ലാസ്റ്റ് സീൻ ഫോട്ടോ ആൻഡ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ചാറ്റുകളൊക്കെ ഹൈഡ് ചെയ്യുന്നത്. ചാറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഓൺലൈനിലോ ഒന്നും വരത്തില്ല. നിങ്ങൾ ഇതിനെ ഹൈഡ് ഓപ്ഷൻ ഇങ്ങനെ എനേബിൾ ആവും. ജസ്റ്റ് ഒന്ന് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആക്സസ് കൊടുക്കുക, ആ പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വരുന്ന പെർമിഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ്, അതുപോലെ തന്നെ ഓൾ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മെസ്സഞ്ചർ, സ്കൈപ്പ്, വാട്സപ്പ്. അപ്പോൾ നമുക്കിത് ഏതിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്തു. വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ വാട്സപ്പിലോട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. ഇവിടുന്ന് ഒരു മെസ്സേജ് ഇവിടുന്ന് സെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണം നിങ്ങൾ ഈ ഒരു ടൈം ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ കാണാം, ഞാനിപ്പോൾ അയച്ച നമ്പറിൽ നിങ്ങളുടെ സമയം കിടക്കുന്നത് 3 മണിയാണ്. എന്നാൽ നമ്മൾ ഇവിടെ ആ ഒരു ചാറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ ഒരു നമ്പർ ഇവിടെ കാണിക്കുന്നത് 3 മണിയാണ്. 8:59 നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന സമയം നമുക്ക് 3 മണിയാണ്. മുകളിൽ ഈ ഒരു ലാസ്റ്റ് സീൻ ടൈം കാണിക്കുന്നത് 3 മണിയുമാണ്. ഇനി നമ്മൾ അടുത്ത ഒരു മെസ്സേജും കൂടെ ഇപ്പോൾ ജസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. ഞാൻ എന്തെങ്കിലും ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് അടുത്ത മെസ്സേജും കൂടെ ചുമ്മാ സെൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മെസ്സേജുകൾ എന്തെങ്കിലും തിരിച്ചയക്കണേലോ അതിനെല്ലാം ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മെസ്സേജ് തിരിച്ചയച്ചാലും ഒന്നും നമ്മൾ ആ ഒരു ലാസ്റ്റ് സീൻ മാറുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 PM തന്നെയാണ് ലാസ്റ്റ് സീൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് മെസ്സേജുകളെല്ലാം ഏത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് ഷെയർ ചെയ്യാം. അപ്പോൾ വാട്സപ്പ് വഴി നിങ്ങളുടെ സുഹൃത്തുക്കളെ ഓൺലൈനിൽ കാണിക്കാതെ ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം കാണിക്കാതെ, അല്ലെങ്കിൽ ബ്ലൂ ടിക്ക് മാർക്ക് ഒന്നും കാണിക്കാതെ നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ട്രിക്കാണിത്. എന്ത് സെൻഡ് ചെയ്താലും നമുക്ക് ഈ ഒരു ടൈം മാറുന്നില്ല. കാരണം നമ്മൾ ഡയറക്റ്റ് വാട്സപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സമയം മാറും. എന്നാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് സമയമോ കാര്യങ്ങളൊന്നും മാറുകയില്ല. എന്നാൽ നമ്മൾ വാട്സപ്പിലോട്ട് ഡയറക്റ്റ് ഒന്ന് കയറുവാണെങ്കിൽ വാട്സപ്പിൽ നമുക്ക് സമയം വ്യത്യാസം വരും. ഞാനിവിടെ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സമയം 3 മണിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഞാനിവിടെ ഓൾറെഡി ഡയറക്റ്റ് പോയിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഇവിടെ ചേഞ്ച് ആവും. ഇപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓൺലൈൻ കാണിച്ചിട്ടുണ്ട്. 2 ഫോണുകളിലും നമ്മൾ അയച്ച ഫോണുകളിലും എല്ലാം ഓൺലൈൻ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ ഒരു ഹായ് എന്നുള്ള മെസ്സേജ് ഇവിടെ സെൻഡ് ചെയ്തു. സെൻഡ് ചെയ്യുന്നത് നമ്മൾ ഈ രണ്ടാമത് ഇപ്പോൾ 2 ഓപ്ഷനിൽ ഇതുപോലെ വരും. അതിനകത്ത് പുറകിലത്തേത് വാട്സപ്പും ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്നത് നമ്മളല്ലാത്ത ആ ഒരു നമുക്ക് ഹൈഡ് ചെയ്യുന്ന ആ ഒരു ചാറ്റുമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓൾറെഡി വാട്സപ്പിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പൺ ചെയ്യാതെ തന്നെ ഇതിനകത്ത് ചാറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ഹായ് സെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 2 മെസ്സേജുകൾ ഇവിടെ വരും. അതിനകത്ത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന മെസ്സേജ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന മെസ്സേജാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹായ് എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 9:01 സമയം. ഇപ്പോൾ ഞാൻ അടുത്ത ഒരു മെസ്സേജ് അയക്കുവാണ്. ഓക്കെ, ഇവിടെ അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയം ഇവിടെ മാറുന്നില്ല. ടൈം കറക്റ്റായിട്ട് ആ ഒരു 9:01 തന്നെ നിൽക്കും. നമുക്ക് ഇവിടെ സമയം നിങ്ങൾക്ക് കാണാം 9:02 ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഓൺലൈനിൽ വരാതെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണിത്. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി അതിനുശേഷമായി നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക.
ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇതിനു മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഓൺലൈനിൽ വരാതെയും ബ്ലൂടൂത്ത് ഒന്നും കാണിക്കാതെ ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇരിക്കല്ലേ, ഞാനിവിടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഞാനിവിടെ എടുക്കുവാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷനിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് മെസ്സഞ്ചർ വഴി ഇതുപോലെ ഓൺലൈൻ കാണിക്കാൻ ചെയ്യാം, സ്കൈപ്പ് വഴി ചെയ്യാം, വൈബർ, IMO, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, അതുപോലെ എല്ലാത്തിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഓൾ മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാത്തിന്റെ മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തീംസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സിൽ ഏതൊക്കെയാണ് വേണ്ടത്, സ്കൈപ്പ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് വാട്സപ്പ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മാത്രമാക്കി വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോപ്പപ്പ് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒഴിവാക്കിയിടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.